ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് തീവ്രവാദികളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹമാസ് വക്താവ് വിസമ്മതിച്ചു. തുരങ്കങ്ങളിൽ എത്ര പേർ കുടുങ്ങിയെന്നോ ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഹമാസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. 200-ലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായി റഫായിലുള്ള തുരങ്കങ്ങളിലുണ്ടെന്ന് ഇസ്രായേൽ US അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുറത്തിറങ്ങിയവരിൽ ചിലർ പിന്നീട് ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുരങ്കങ്ങളിലുള്ള ഹമാസ് അംഗങ്ങൾ കീഴടങ്ങിയാൽ ഗാസ മുനമ്പിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ US-ഉം മറ്റു മധ്യസ്ഥരും ശ്രമിച്ചിരുന്നെങ്കിലും വിഫലമായി. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു. റഫായിലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്തും മുന്നോട്ട് വെച്ചിരുന്നു. ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിന് കീഴടങ്ങിയില്ലെന്ന് പാലസ്തീൻ സംഘടന വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പാലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമായ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു.